നമസ്കാരം കൂട്ടുകാരെ, ഞാനിപ്പോൾ ജിദ്ദയിലാണ്. അപ്പോൾ ഇന്ന് ലോഡ് കയറുമെന്ന് വിചാരിച്ചു ദമാമിലേക്ക്, പക്ഷേ കയറിയില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്കിവിടുന്ന് ലോഡ് കയറും. അപ്പോൾ ഇന്ന് രാത്രിത്തെ ഭക്ഷണമൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം കൂട്ടുകാരെ ചോറും അതുപോലെ ഡാൽ ഫ്രൈയും പിന്നെ തൈരുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് വൈകിട്ടായാലും നമുക്ക് ഇറങ്ങി കിച്ചണിലോട്ട് ഇറങ്ങാനൊക്കും. ഇപ്പോൾ ഒരു 5 മണിയായി, വെയിലൊന്ന് കുറഞ്ഞു. അപ്പോൾ അരി ഞാൻ കഴുകി വെച്ചു. അപ്പോൾ ഒരു 1.5 നാഴി അരി ഇട്ടു, കഴുകി വെച്ചിരിക്കുകയാണ്. 2 നേരം അങ്ങ് പോവും. ഇന്ന് രാത്രിയിലും കഴിച്ച് നാളെ ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്കൂടെ കഴിക്കാം. പിന്നെ ദാലിനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി കയറ്റി അങ്ങ് വെക്കാം. അരി അടുപ്പത്തോട്ട് ഇട്ട് ഒരടുപ്പേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി അരി വെന്തിട്ട് പിന്നെ ദാല് വെക്കണം. ദാല് പിന്നെ കുക്കറിലങ്ങ് എളുപ്പം റെഡിയാവും. പിന്നെ തടുക്കല കായ്ച്ചിങ്ങ് എടുത്താൽ മതി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഫുഡിൻ്റെ രീതിയൊക്കെ ഒന്ന് എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നത്, അല്ലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ വിചാരിച്ച് ഉണ്ടാക്കിയിടാമെന്ന്. ഫുള്ള് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ചിലപ്പോഴൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കും. പിന്നെ എപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ അത് പിന്നെ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് വെച്ച് കഴിച്ച് പോയാൽ നമുക്ക് കുഴപ്പമില്ല. അരി തിളച്ച് കഴിയുമ്പോഴേ ഒരു 2 ചമ്മച്ചി എണ്ണ അങ്ങോട്ട്, ഏതെങ്കിലും കറി എണ്ണ മതി, ഇച്ചിരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളച്ചൂവത്തില്ല. അല്ലെങ്കിൽ തിളച്ചൂഴി എല്ലായിടത്തും വീഴും, ഗ്യാസിലൊക്കെ. അങ്ങനെ റൈസ് റെഡിയായി. ഇവനെ പറ്റിച്ചിങ്ങെടുത്തു. വെള്ളം പറ്റി. ഇനിയിപ്പോൾ അടച്ച് വെച്ചാൽ മതി. കുക്കർ ഇച്ചിരി ഡാലെടുത്തു. ഇത് കാലാ മസൂറാണ്. ഇത് നല്ല ഉണക്ക് ഡാൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇവനെ കഴുകി അങ്ങ് വെച്ചിട്ട് ഇവനെ വേവിച്ചിട്ട് പിന്നെ തടുക്കല കായ്ച്ചിടും. ഇച്ചിരി വെള്ളം ഒഴിച്ച്, വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു, എന്നിട്ട് 1 സ്പൂണ് എണ്ണ കൂടെ അങ്ങ് ഒഴിക്കണം. ഇത്രയും മതി. അല്ല പിന്നെ തിളച്ചൂവും. കുക്കർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളച്ചൂവത്തില്ല. അങ്ങനെ കുക്കർ കയറ്റി വെച്ചു. ഒരു 3 സീറ്റി അടിപ്പിക്കും. അപ്പോൾ ഡാല് ശരിയാവും. അപ്പോൾ ഡാല് റെഡിയായി. ഇനിയിപ്പം ഇവനെ ഒന്ന് തടുക്കല കായ്ക്കാൻ 2 ഉള്ളിയും തക്കാളിയും കുറച്ച് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണവും ഇതരിഞ്ഞ് ആദ്യമേ തടുക്കല കായ്ച്ച് ഇവനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഡാലിനെ മിക്സ് ചെയ്യും. ഇപ്പോൾ ഡാല് നമ്മൾ 3 സീറ്റി അടിച്ചു, മാറ്റി വെച്ചു. പിന്നെ ചോറ് നമ്മൾ കവറിലിട്ട് പൊതിഞ്ഞ് വെച്ചു. അല്ലെങ്കിൽ ഇവിടെ പൊടിക്കാറ്റുണ്ട്, പൊടി വരും. പിന്നെ ചോറെല്ലാം മണ്ണും ഒക്കെ ആവും. അവിടെ കൂട്ടുകാരെ, അതുപോലെ നമ്മൾ ഡാലിന് വേണ്ടിയുള്ള ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ 2 ഉള്ളി പിന്നെ ഒരു വലിയൊരു തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒരു 10 പീസ് പച്ചമുളക് പിന്നെ ഗ്രാമ്പും അതുപോലെ ഏലക്കയും. ഇനിയിപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇവനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് ഡാലിനകത്ത് ഇട്ടിട്ട് ഇവനെ ഇങ്ങനെ തർത്തീപ്പ് ചെയ്യും. നമ്മൾ വലിയ കുക്കൊന്നും അല്ല കേട്ടോ, എങ്കിലും അത്യാവശ്യത്തിന് വണ്ടി ഓടിക്കുന്ന അനിയന്മാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാം. ആദ്യമേ ചൂടായി നമ്മളിതങ്ങ് ഇട്ടു, ഗ്രാമ്പുമൊക്കെ. ഓക്കെ, അതിന് ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി അങ്ങ് ഇട്ടു. ഓക്കെ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്നതിന് ശേഷം പിന്നെ നമ്മൾ പച്ചമുളക് ഇടും. ഇനിയിപ്പോൾ പച്ചമുളക് അങ്ങ് ഇടാം. അപ്പോൾ കുക്കിങ്ങൊക്കെ പഠിച്ചോണം കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ വന്നല്ല പഠിച്ചത് കേട്ടോ. ഇതൊക്കെ ഫാമിലി ലൈഫിൽ പഠിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് വെളിയിലൊക്കെ വന്നുകൊണ്ട് ഉപകാരപ്രദമായി. ഇവനങ്ങ് മൂത്തു. ഇനിയിപ്പം നമ്മൾ ഉള്ളി ഇടും, അവസാനം തക്കാളി. അപ്പോൾ ഉള്ളിയോട് ഇട്ടു. നീ ഉള്ളി ഒന്ന് ചുമന്നതിന് ശേഷം പിന്നെ തക്കാളിയും ചെറുതായിട്ട് മസാല ഇടും. മസാല ഞാൻ കൂടുതൽ എരി ഉപയോഗിക്കത്തില്ല, കാര്യം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് റെഡിയായി. ഇനി ഒരു ഇച്ചിരി മിക്സ് മസാല, കൂടുതലിടത്തില്ല, എരി ഓൾറെഡി ഉണ്ടല്ലോ, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി തക്കാളി അങ്ങിടും. തക്കാളി ഇട്ടു. ഇനി ഇവനൊന്ന് നല്ല ഉണക്ക് വഴണ്ടിങ് വരും. നല്ല ഉണക്ക് വഴറ്റിയിട്ട് പിന്നെ ദാലിൻ്റെ കൂടെ അങ്ങ് എടുത്ത് ഒഴിക്കും. ഇത്രയേ ഉള്ളു. അപ്പോഴത്തേനും
ദാൽ ശരിയായി. ഇപ്പോൾ നമുക്ക് കുക്കർ തുറക്കാം. 3 സീറ്റേ കൊടുത്തുള്ളൂ. ദാൽ ഓക്കെ ആയിട്ടുണ്ട്. നല്ല പരുവത്തിന് ദാൽ വെന്തു. ഒത്തിരി വെള്ളം പാടില്ല. കാര്യം ചിലപ്പം ഒരു 2-3 നേരം ഇരിക്കണം. ചിലപ്പോൾ 2 ദിവസം വെക്കും. ഫ്രിഡ്ജിനകത്ത് അങ്ങ് കയറ്റി വെക്കും, ഇരുന്നോളും. ചോറിന്ന് കഴിച്ചിട്ട് നാളെ കുപ്പൂസ് കഴിക്കാനുള്ള സെറ്റപ്പും ആയി. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഫ്രൈ ആയി. ഇനിയിപ്പോൾ ഡാൽ എടുത്തതിനകത്തോട്ട് അങ്ങ് ഒഴിക്കും. ഇത്രേ ഉള്ള പരിപാടി. അപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആവും. അവനെ ഒഴിച്ചു റെഡിയാക്കി. ഇനി ചെറിയ തീയിൽ ഇച്ചിരി നേരം വെക്കും. ഇവനൊന്ന് മിക്സായി പിടിക്കണ്ടായിരുന്നു. വെള്ളം ഉള്ളതോടെ അങ്ങ് പറ്റും. വെള്ളം പറ്റിച്ചാലേ ശരിയാവും. അപ്പോൾ കടായിലിരുന്ന് ഇച്ചിരി നേരം ഒന്ന് വെള്ളം പറ്റും. അത് കഴിഞ്ഞ് റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വൈകിട്ടത്തെ ഭക്ഷണം റെഡിയായി. ഉപ്പൊക്കെ ഞാൻ നോക്കി, നല്ല ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇവിടുത്തെ കുക്കിംഗ് കാര്യമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ജീവിതം. രാത്രിത്തെ ഭക്ഷണം അപ്പോൾ കുശാലായി. ഇനിയിപ്പോൾ ചോറും തൈരും ദാൽ ഫ്രൈയും. അപ്പോൾ ഈ ദാലിൻ്റെ കൂടി ഇച്ചിരി മക്കനും ഇട്ടാൽ ദാൽ മക്കനിയാവും. അതും ഈ കൂട്ടത്തിൽ പറയാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു.